Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. News തൊട്ട് നോക്കിയോ എല്ലാവരും? മെഡിക്കൽ എക്യുപ്മെന്റ് നോക്കിയോ? കഴിഞ്ഞ ആഴ്ച എടുത്തതാണ് വെള്ളിയാഴ്ച, ഫ്രൈഡേ അല്ലേ? Yes, ma'am. നോക്കി. നോക്കിയാ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇല്ല, കംപ്ലീറ്റ് ആയിട്ടില്ല മിസ്. 36 വരെ എടുത്തിട്ടുള്ളൂ. 36 എക്യുപ്മെന്റ്സുകൾ വരെ എടുത്തിട്ടുള്ളൂ. ഇനി ഇൻക്യുബേറ്റർ മുതലാണ് മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ കേട്ടിട്ടുണ്ടോ? ഇൻക്യുബേറ്റർ കേട്ടിട്ടുണ്ടോ? ഇതാർക്കാണ് ഉപയോഗിക്കുന്നത്? ഇൻക്യുബേറ്റർ ഇൻക്യുബേറ്റർ ആർക്കാ ഉപയോഗിക്കുന്നത്? ഇൻഫാൻസിന് അല്ലേ? ഇൻഫാൻസിന് ഏത് കണ്ടീഷനിലാണ് ഉപയോഗിക്കുന്നത്? പ്രിമേച്ചർ ബർത്ത്. പ്രിമേച്ചർ ബേബീസിനൊക്കെയാണ് അല്ലെ കൂടുതൽ. പിന്നെ ബർത്തിങ് സമയത്ത് ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇൻക്യുബേറ്ററിൽ കിടത്താലോ, അവർക്ക് ചൂട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ശ്വസിക്കാൻ എന്തെങ്കിലും ബ്രീത്തിങ് ഇഷ്യൂസ് അല്ലെ, ബ്രീത്തിങ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ പ്രിമേച്ചർ ബർത്ത് അല്ലെ, നമ്മൾ 7 months ആ സമയത്തൊക്കെ ഡെലിവറി കഴിയുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇൻക്യുബേറ്റർ കിടത്താറുണ്ടല്ലോ. Okay, incubator. An infant incubator is a small equipment. അല്ലെ, infant incubator എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു എക്യുപ്മെന്റ് ആണ്. Commonly used in pediatric hospital, birthing centers and neonatal intensive care unit. എന്താണ്? നമ്മുടെ പീഡിയാട്രിക് ഹോസ്പിറ്റൽ അല്ലെ, കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റല്. അതേപോലെ ബർത്തിങ് സെന്റേഴ്സ് അല്ലെ, ബർത്തിങ് സെന്റേഴ്സില്. പിന്നെ നിയോനേറ്റ് അല്ലെ, കുഞ്ഞുങ്ങൾക്കുള്ള അല്ലെ, നവജാത ശിശുക്കളുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെയാണ് നമ്മൾ ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നത്. Possibly the most apparent function of an infant incubator is to safeguard infant during earlier stage of life. അല്ലെ, ഈ നവജാത ശിശുക്കളുടെ ഏരിയ സ്റ്റേജിൽ, അവരെ ആദ്യഘട്ടത്തില് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇൻഫാന്റ് ഇൻക്യുബേറ്റർ. നമ്മൾ പറഞ്ഞല്ലോ എന്താണ്, ഒരു പ്രിമേച്ചർ ബർത്ത് വരുന്ന കുഞ്ഞിന് അവർക്ക് എന്താണ്, നമുക്ക് സാധാരണ നോർമൽ ടെമ്പറേച്ചറിൽ കിടത്താൻ പറ്റുമോ അവരെ? നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ അവരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് അവർക്ക് എങ്ങനെയായിരിക്കും? ഒരു പ്രത്യേക രീതിയിലുള്ള ചൂടായിരിക്കില്ലേ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ആണോ? അവർക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടല്ല അവർ കിടക്കുന്നത് അമ്മയുടെ യൂട്രസില. അപ്പൊ അവർക്ക് അത്രത്തോളം എന്ത് കൊടുക്കണം? പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതെന്നോ പുറത്തേക്ക് വരുമ്പോ അവർ ആ ഏർലിയസ്റ്റ് സ്റ്റേജിലാണ് അല്ലെ. അവർക്ക് എന്തൊക്കെ പറ്റാം? പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാം അല്ലെ, മറ്റുള്ളവരിൽ നിന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാം. അവർക്ക് ഒരുപാട് ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് വരാം അല്ലെ. ആണോ? അപ്പൊ അതുകൊണ്ട് അവർക്ക് നമ്മുടെ അമ്മയുടെ യൂട്രസിൽ കിടക്കുന്ന അത്രയും പ്രൊട്ടക്ഷൻ കൊടുത്ത് അവരെ കിടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ,
ആണ് ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? അവർക്ക് ആ വളർച്ച എത്തിയിട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞ 9 മാസവും 10 ദിവസം അല്ലെ കഴിയുമ്പോഴല്ലേ ആ പൂർണ്ണ വളർച്ചയിൽ എത്തുന്നത് ഒരു കുഞ്ഞ്. എന്താണ് ആണ്. അപ്പൊ ഒരു 7 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം ആ സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും BP ഷൂട്ട് ആവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ട് കുഞ്ഞിന്റെ ബർത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇനിയും ടൈം കിടക്കാണ് അല്ലേ വളർച്ചയ്ക്ക് വേണ്ട ആണോ? അപ്പൊ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റർ, ഇൻഫാന്റ് ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? അവർക്കൊക്കെ വെയിറ്റ് ഒക്കെ കുറവായിരിക്കും അല്ലെ ആ ഒരു സമയത്ത് ഡെലിവറി കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് 100 അത്രയൊക്കെ വെയിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെ. വെയിറ്റ് ഒക്കെ കുറവായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ റെഫ്രിജറേറ്റർ. എന്തായിരിക്കും പേരിൽ തന്നെ ഉണ്ടല്ലോ മെഡിക്കൽ റെഫ്രിജറേറ്റർ. പേരിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞേ. മെഡിസിൻ സൂക്ഷിക്കാം അല്ലെ. നമുക്ക് വേണ്ട വാക്സിനുകളൊക്കെ വാക്സിനുകൾ സൂക്ഷിക്കാം അല്ലെ. ഓക്കെ. മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് ആർ പെർട്ടിക്കുലർലി ഡിസൈൻഡ് ടു മീറ്റ്. എന്താണ് സഹറ? ഇൻക്യുബേറ്റർ ആണോ? ഇൻക്യുബേറ്റർ ആണോ? ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാല് പീഡിയാട്രിക് ഹോസ്പിറ്റൽ അല്ലെ കുഞ്ഞുങ്ങളുടെ കുട്ടികൾക്കുള്ള ഹോസ്പിറ്റല്. ബർത്തിങ് സെന്റേഴ്സ് ഉണ്ടല്ലോ. ബർത്തിങ് സെന്റേഴ്സ് പിന്നെ നിയോനേറ്റൽ നവജാത ശിശുക്കളുടെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഒരു എക്യുപ്മെന്റ് ആണ് ഇൻഫാന്റ് ഇൻക്യുബേറ്റർ. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാല് എന്താണ് ചില കുട്ടികൾ എന്ത് ചെയ്യും മാസം തികയുന്നതിന് മുമ്പ് ഡെലിവറി കഴിയല്ലോ. ചില പേഷ്യൻസിന് 7 മാസം ആകുമ്പോഴേക്കും BP ഷൂട്ട് ചെയ്യാം അല്ലെ. അവരില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുമല്ലോ. കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കും അല്ലെ. അപ്പൊ ആ സമയത്ത് അവർക്ക് ഇനിയും വളർച്ചയ്ക്ക് സമയമുണ്ടല്ലേ. 9 മാസവും 10 ദിവസം ആ സമയം കഴിയുമ്പോഴല്ലേ അവരുടെ വളർച്ച പൂർണ്ണഘട്ടത്തിലെത്താം കുട്ടികളുടെ ഇൻഫാന്റിന്റെ. അപ്പൊ അവര് പെട്ടെന്ന് നമ്മൾ 7 മാസം ആവുമ്പോ അല്ലെങ്കിൽ 6 മാസം ആവുമ്പോ ഓപ്പറേഷൻ ഒക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇനിയും വളരാനുള്ള സമയമുണ്ടല്ലോ. വളർച്ച പൂർണ്ണതയിലെത്താൻ സമയമുണ്ടല്ലോ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം നമ്മുടെ യൂട്രസിൽ കിടക്കുന്ന അത്രയും പ്രൊട്ടക്ഷൻ നൽകി അവർ സേഫ് ചെയ്യണം. നമ്മ സുരക്ഷിതമാക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി എന്താണ് ജീവിതത്തിന്റെ ആദ്യഘട്ടത്തില് ശിശുക്കളെ സംരക്ഷിക്കുക എന്നതാണ് ഈ ഇൻക്യുബേറ്ററിന്റെ ഫങ്ഷൻസ് പ്രവർത്തനം. ക്ലിയർ ആയോ? അവർക്ക് എന്ത് പറ്റും ഈ മാസം നമ്മുടെ ലൈഫിൽ പറയാറുണ്ട് മാസം തികയാണ്ട് അല്ലെങ്കിൽ അവർക്ക് വെയിറ്റ് കുറവുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താണ് പെട്ടെന്ന് അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യും അല്ലെ. ഇൻഫെക്ഷൻസ് വരില്ലേ അവർക്ക്. നമ്മുടെ ലൈഫിൽ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അവർക്ക് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത്രയും നമ്മുടെ യൂട്രസിൽ കിടക്കുന്ന അത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇൻക്യുബേറ്റർ. ക്ലിയർ ആയോ സാറാ? നെക്സ്റ്റ് മെഡിക്കൽ റെഫ്രിജറേറ്റർ. മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാല് എന്താണ് സുരക്ഷിതമായ മെഡിക്കൽ റെഫ്രിജറേറ്റേഴ്സ് ആർ പെർട്ടിക്കുലർലി ഡിസൈൻഡ് ടു മീറ്റ് ദ റിക്വയർഡ് ടെമ്പറേച്ചർ ഡിമാൻഡ്സ് ഫോർ സേഫ് വാക്സിൻ സ്റ്റോറേജ്. എന്താണ് നമുക്ക് വാക്സിനുകളൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലായിരിക്കണം അല്ലെ സൂക്ഷിക്കേണ്ടത്. ആണോ? ടെമ്പറേച്ചർ അധികം ആവാനും പാടില്ല, ടെമ്പറേച്ചർ കുറയാനും പാടില്ല അല്ലെ. ആ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ സുരക്ഷിതമായ വാക്സിൻ സംഭരണത്തിന് ആവശ്യമായ
താപനില, അതായത് ടെമ്പറേച്ചർ നിറവേറ്റുന്നതാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ കൊണ്ടുള്ള ഉദ്ദേശ്യം. എന്ന് വെച്ചാല് വാക്സിൻ സൂക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്താണ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക എന്നുള്ളതാണ് മെഡിക്കൽ റെഫ്രിജറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിത്ത് ടെമ്പറേച്ചർ റേഞ്ചസ് ബിറ്റ്വീൻ 35 ഡിഗ്രി ഫാരൻഹീറ്റ് to 46 degree Fahrenheit. These medical refrigerators will securely store the wide range. ആ ഡിഗ്രി ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ. നമുക്കറിയാം 2 തരത്തിലുള്ള ടെമ്പറേച്ചർ ഉണ്ട് അല്ലെ, ഡിഗ്രി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാറുണ്ടല്ലോ. ഡിഗ്രി സെൽഷ്യസും പറയാറുണ്ട്, ഫാരൻഹീറ്റും പറയാറുണ്ട് അല്ലെ. ടെമ്പറേച്ചറിനെ നമ്മൾ 2 രീതിയിൽ പറയാറുണ്ടല്ലോ, ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെ. നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിന്റെ 2 പറയാമോ? നോർമൽ ടെമ്പറേച്ചർ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലേ, അങ്ങനെയാണോ പറയുന്നത്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആൻഡ് 37 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഷ്യസ് എന്ന് പറയില്ലേ, ഡിഗ്രിയുടെ യൂണിറ്റിനെ സൂചിപ്പിക്കുന്ന ടെമ്പറേച്ചറിനാ. കേട്ടിട്ടില്ല? നമുക്ക് 2 രീതിയിൽ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാം. ഡിഗ്രി സെൽഷ്യസിലും പറയാം, ഡിഗ്രി ഫാരൻഹീറ്റിലും പറയാം. അപ്പൊ നമ്മുടെ വാക്സിന് മെഡിക്കൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്നത് 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റിലാണ്. ആ ഡിഗ്രിയുടെ അളവൊന്ന് അടയാളപ്പെടുത്താം കേട്ടോ, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആയോ? നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിന് നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ എത്രയാ പറയുന്നത്? 37 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റിലാണെങ്കിൽ അത് എത്ര വരും? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. നമ്മൾ ഈ തെർമോമീറ്റർ ഇല്ലേ, പനിയൊക്കെ അളക്കുന്ന തെർമോമീറ്റർ, ആരും ഉപയോഗിക്കുന്നുണ്ടോ? തെർമോമീറ്റേഴ്സ്, ഇലക്ട്രോണിക് തെർമോമീറ്റർ അതിൽ കണ്ടിട്ടുണ്ടോ? നമുക്ക് 2 രീതിയിൽ വരാറുണ്ട്. ചില ഇതിൽ എന്തായിരിക്കും, ഫാരൻഹീറ്റിലായിരിക്കും മെഷർ കാണിക്കുന്നത്, ചിലത് നമ്മുടെ നോർമൽ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും കാണിക്കുന്നത്. കണ്ടിട്ടുണ്ടോ അത്? ഓക്കെ, ജസ്റ്റ് യൂണിറ്റ്, നമ്മുടെ ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 രീതിയിലുള്ള യൂണിറ്റ്, അതും ഡിഗ്രി സെൽഷ്യസും അതും ഡിഗ്രി ഫാരൻഹീറ്റും. ഇത്രേ ഉള്ളൂ കേട്ടോ, കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. നെക്സ്റ്റ് എടുക്കാലോ, മെഡിക്കൽ റെഫ്രിജറേറ്റർ. നമ്മൾ വാക്സിൻ സൂക്ഷിക്കുന്ന ടെമ്പറേച്ചർ 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റ്. നെക്സ്റ്റ് വാക്കർ. വാക്കർ കേട്ടിട്ടുണ്ടല്ലോ. ആരാണ് ഉപയോഗിക്കുന്നത് വാക്കേഴ്സ്? ഫ്രാക്ചർ വന്നവരല്ലേ. കൂടാതെ എൽഡേഴ്സ് ഉപയോഗിക്കാറുണ്ടോ? പ്രായമായവര്, അവർക്ക് വാക്കിങ്ങിന് ഡിസേബിൾഡ് പേഷ്യൻസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്താണ്, പ്രായമായവർ അല്ലെ, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നടക്കുമ്പോൾ ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാറില്ലേ? ഏജ്ഡ് പേഴ്സൺ, ഓൾഡ് ഏജ് ആയവര് കണ്ടിട്ടില്ലേ? അപ്പൊ നോക്കിയേ, വാക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം. വാക്കർ എന്നും പറയാം, നമുക്ക് വാക്കിംഗ് ഫ്രെയിം എന്നും പറയാം. ലെഗ് ഫ്രാക്ചർ, നമ്മുടെ കാലിനൊക്കെ എന്തെങ്കിലും ഫ്രാക്ചർ ഒടിവ് സംഭവിക്കുക അല്ലെ, അപ്പൊ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ഇസ് എൻ ഇൻസ്ട്രുമെന്റ് ഫോർ എൽഡർലി ആൻഡ് ഡിസേബിൾഡ് ഫോർ 2 തവണ വന്നിട്ടുണ്ട് കേട്ടോ. ഡിസേബിൾഡ് പീപ്പിൾ, ഫോർ ഡിസേബിൾഡ് എൽഡർലി എന്നുള്ളത് വെട്ടിക്കളയാ കേട്ടോ. ഫോർ ഡിസേബിൾഡ് എൽഡർലി അതൊന്ന് കട്ട് ചെയ്ത് കളയാം, സെയിം തന്നെ റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ്. ഡിസേബിൾഡ് people who require extra support to maintain balance or stable while they walk. എന്താണ്, അവര് നടക്കുന്ന സമയത്ത് അവർക്ക് ബാലൻസ് ചെയ്യണം അല്ലെ. നമ്മ അങ്ങനെയല്ലേ, കാലിൽ ബാലൻസ് ചെയ്തിട്ടല്ലേ നമ്മുടെ ശരീരം, കാലുമ്പല് അല്ലെ, ലെഗുമ്പല് ബാലൻസ് ചെയ്തിട്ടല്ലേ നമ്മൾ നടക്കുന്നത്, ആണോ? അല്ലേ? നമ്മുടെ ശരി
അപ്പൊ അതേപോലെ എന്താണ്, എന്തെങ്കിലും ഡിസേബിൾ ഉള്ളവർക്ക്, കാലിന് എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ എൽഡർ ആയവർക്ക്, കാലും അധികം ബലം കൊടുത്തിട്ട് ബാലൻസ് കൊടുത്തിട്ട് നടക്കാൻ പറ്റിയവർക്ക്, കാലിന് ഫ്രാക്ചർ സംഭവിച്ചിട്ട്, അതല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും ഡിസേബിൾ വികലാംഗർക്കോ ഒക്കെ അവർക്ക് നടക്കാൻ പറ്റുമോ? കാലിന് ബാലൻസ്, കാലും ശരീരത്തിന്റെ മൊത്തം ബലം ബാലൻസ് ചെയ്തിട്ട് അവർക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവർക്ക് എന്താണ്, വാക്കിംഗ് സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എയ്ഡ് ആണ് വാക്കിംഗ് സ്റ്റിക്ക്, വാക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം. ക്ലിയർ ആയോ? ഡിസേബിൾഡ് ആയ ആളുകള്, അതല്ലെങ്കിൽ പ്രായമായവര്, പിന്നെ ഫ്രാക്ചർ ഒക്കെ നമുക്ക് പറയാലോ, ലഗിന് അല്ലെ, ബോൺസിന്, കാലിന്റെ ബോൺസിന് എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുന്ന ആളുകള് എന്താണ്, സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവരുടെ ശരീരം ബാലൻസ് ചെയ്ത് അവർക്ക് നടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കിംഗ് എയ്ഡ് ആണ് വാക്കർ ഓർ വാക്കിംഗ് ഫ്രെയിം. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഒരുപാട് എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. നെക്സ്റ്റ് ട്രക്കിയോസ്റ്റമി. ട്രക്കിയോസ്റ്റമി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ആരൊന്നും പറയാത്തെ? മറന്നുപോയാ? ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാല് നമ്മുടെ കഴുത്തിന്റെ ഇവിടെ ഈ ഫ്രണ്ടിലായിട്ട്, മറന്നുപോയോന്ന് മിസ് ചോദിച്ചേ, പഠിച്ചിട്ടുണ്ട്. കഴുത്തിന്റെ മുൻഭാഗത്ത് അല്ലെ, ഇവിടെ ആയിട്ട് ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കി, ഒരു പൾമനോളജിസ്റ്റിന്റെ നേതൃത്വത്തില് ഇവിടെ ഒരു മുറിവ് ഉണ്ടാക്കി അതിലൂടെ ഒരു ട്യൂബ് ഇട്ട് കാണിട്ട് അവരെ എയർവേ ഓപ്പൺ ചെയ്യുന്നതിന് അല്ലെ, അവരെ എന്താണ് ശ്വസനത്തിന് സഹായിക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ട്രക്കിയോസ്റ്റമി അല്ലെ, ആണോ? ഓക്കെ, അപ്പൊ നോക്കിയേ, this surgical procedure consists of making an incision on anterior aspect of the neck and opening direct airway through an incision in the trachea. മിസ് പറഞ്ഞത് തന്നെ, നമ്മുടെ കഴുത്തിന്റെ മുൻഭാഗത്തായിട്ട് ഒരു ചെറിയ ഇൻസിഷൻ, അതായത് ഒരു ചെറിയ മുറിവ് ഉണ്ടാക്കി അതിലേക്കൂടെ ട്യൂബ് ഇട്ടുങ്ങാട്ട് അവരുടെ ഓപ്പൺ അല്ലെ ഡയറക്റ്റ് എയർവേയിലേക്ക് ശ്വാസം എന്താണ് ട്രക്കിയയിലേക്ക് അല്ലെ ശ്വാസനാളത്തിലേക്ക് ട്യൂബ് ഇട്ട് കാണിട്ട് അവരെ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ, അതിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ട്രക്കിയോസ്റ്റമി. ഒരു പ്രൊസീജിയറിനെ പറയുന്നതാണ്, സർജിക്കൽ പ്രൊസീജിയർ ആണ് ട്രക്കിയോസ്റ്റമി. കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ട്രക്കിയോസ്റ്റമി കഴിഞ്ഞ പേഷ്യൻസിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അവര് ഇപ്പൊ ഈ പിക്ചറിൽ നോക്കിയേ കണ്ടോ, അവരാ കഴുത്ത് അച്ഛൻ ഇട്ടിട്ടുണ്ട് അല്ലെ, അവര് കഴുത്തിന്റെ അല്ലെ ആ മുറിവിന്റെ അവിടെ എന്തുണ്ടാവും, ഒരു ട്യൂബ് പോലെ ഉണ്ടാവും അല്ലേ? ഇല്ലേ? ജയരാജ് അമ്പിളിയല്ലേ ഇത്? അമ്പിളിയാണോ? അവരാ കഴുത്തിന്റെ മുൻഭാഗത്ത് ഉള്ളിലേക്ക് ട്യൂബ് ഇറക്കിയിട്ടുണ്ടാവും, പുറത്തേക്കും കുറച്ച് ട്യൂബ് ഇങ്ങനെ പുറത്തേക്ക് ഉണ്ടാവും അല്ലേ? തൊണ്ടയില്. ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നമ്മുടെ എന്താണ് കഴുത്തിന്റെ മുൻഭാഗത്ത് ഒരു ചെറിയ ഒരു പൾമനോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി അവരെ ശ്വാസനാളത്തിലേക്ക് ട്യൂബ് ഇട്ട് അവരെ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് ട്രക്കിയോസ്റ്റമി. ആന്റീരിയർ എന്ന് പറഞ്ഞാൽ മുൻഭാഗം. ക്ലിയർ ആയോ? കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ട്യൂബിൽ കൂടെ ഈ കഫം അങ്ങനെയുള്ളതൊക്കെ വലിച്ചു കളയാറില്ലേ? ഉമിനീര്, കഫമൊക്കെ വലിച്ചു കളയാറില്ലേ ജയരാജ്, അമ്പിളി? അല്ലേ? എന്താണ് അവർക്ക് ഇങ്ങനെ എന്താണ് തന്നെ ശ്വാസത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. കൂടാതെ അവർക്ക് തന്നെ ചുമച്ച് കഫം തുപ്പിക്കളയാനോ അവർ ഉമിനീര് തുപ്പിക്കളയാനോ ഒന്നും
പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ ട്യൂബിലേക്ക് കൂടി ആയിരിക്കും അത് പുറത്തേക്ക് വരുന്നത്. ഇവിടെ കൂടുതൽ അടിഞ്ഞിട്ട് അത് ആ ട്യൂബിലേക്ക് കൂടി ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ട്യൂബിലൂടെ അത് വലിച്ച് സക്ക് ചെയ്തെങ്ങാനിട്ട് കളയുന്നുണ്ട്. ക്ലിയർ ആയോ? അതൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ട്രക്കിയോസ്റ്റമി മാത്രമേ ഉള്ളൂ കേട്ടോ. മിസ് അഡീഷണൽ ആയിട്ട് ജസ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്രച്ചസ്. ക്രച്ചസ് കണ്ടിട്ടുണ്ടോ? ക്രച്ചസ് വാക്കിംഗ് സ്റ്റിക്ക് അല്ലേ? വാക്കിംഗ് സ്റ്റിക്ക്. ഏതൊക്കെ തരത്തിലുള്ള വാക്കിംഗ് സ്റ്റിക്ക് കണ്ടിട്ടുണ്ട്? ഒരു തരത്തിലുള്ള മാത്രമേ ഉള്ളൂ വാക്കിംഗ് സ്റ്റിക്ക്. അല്ല അല്ലേ? നമുക്ക് 3 തരത്തിലുള്ള വാക്കിംഗ് സ്റ്റിക്ക്, വാക്കിംഗ് എയ്ഡ് ആണുള്ളത്. ക്രച്ചസ് ആർ കൈൻഡ് ഓഫ് വാക്കിംഗ് എയ്ഡ്. ക്രച്ചസ് എന്ന് പറയുന്നത് ഒരു വാക്കിംഗ് എയ്ഡ് ആണ് അല്ലെ? നോക്കിയേ, that help to enhance the space of an individual base of support. ഈ ക്രച്ചസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപയോഗിക്കുന്നത്? ആ ഇൻഡിവിജ്വൽസിന്റെ സൈസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് ബേസ് ഓഫ് സപ്പോർട്ട് അല്ലെ? ആ ഇൻഡിവിജ്വലിന് എത്രത്തോളം സപ്പോർട്ട് കൊടുക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് crutches ഉപയോഗിക്കുന്നത്. They carry weight from the legs to upper body and are many a time used by people who enable to their legs to support their weight from short-term injuries to long-lasting disabilities. നമുക്ക് ഷോർട്ട് ടൈം ഇഞ്ചുറീസ് വെച്ചാൽ നമ്മുടെ കാലിന് എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുക അല്ലെങ്കിൽ ഒടിവ് സംഭവിക്കുക അല്ലെ ബോൺസിന്. അപ്പൊ ആ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഡിസബിലിറ്റീസ് എന്തെങ്കിലും കൂടുതലായിട്ട് ലോങ് ടേം ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ ഉള്ളപ്പോൾ ഒരു വ്യക്തി ആൾക്ക് എന്താണ് അവിടെ അടിത്തറ എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് വാക്കിങ്ങിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക അല്ലെ? നമുക്ക് കാലുകൾക്ക് ബലം കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് രീതിയിൽ നടക്കാൻ സാധിക്കുള്ളൂ അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ കാലിനൊക്കെ ബലം കുറവാണ് അല്ലെ? നമ്മുടെ ശരീരത്തിന് താങ്ങുന്നതിനുള്ള ബലം ഈ കാലിന് ഇല്ലെങ്കിൽ എന്ത് പറ്റും? കാലിന് കുഴച്ചിന് സംഭവിക്കാലോ. ആണോ? ഇല്ലേ? ബാക്കി എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മുടെ കാലിന് നമ്മുടെ ശരീരത്തെ താങ്ങാനുള്ള ആ ഒരു ബലം ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് രീതിയിൽ നടക്കാൻ പറ്റുമോ? ചിലർക്ക് ഈ മുട്ടിനൊക്കെ സ്ട്രോങ് ആയിരിക്കില്ല അല്ലെ? മുട്ടിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടാവാറുണ്ട് അല്ലെ? മുട്ടിന്റെ ചിരട്ട അങ്ങനെയുള്ളതിനൊക്കെ കംപ്ലൈന്റ് കേട്ടിട്ടുണ്ടോ? ചിലര് തേയ്മാനം വരാം, അല്ലെങ്കിൽ ചിലരുടെ കാലിങ്ങനെ വളഞ്ഞിരിക്കും അല്ലെ? പ്രായമാകുമ്പോഴ അല്ലെങ്കിൽ ചിലരുടെ കാലിങ്ങനെ 2 സൈഡിലേക്ക് വളഞ്ഞിരിക്കും. അപ്പൊ അവർക്ക് കറക്റ്റ് രീതിയിൽ ഇതിന് ശരീരത്തിന്റെ സപ്പോർട്ട് കാലിന് കൊടുക്കാൻ സാധിക്കുമോ? ബാലൻസ് കിട്ടില്ല അല്ലെ? അപ്പൊ എന്താണ്? ഒരു വ്യക്തിയുടെ സപ്പോർട്ട് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നടത്തത്തിനുള്ള ഒരു സഹായി, ഒരു ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള ഒരു വാക്കിംഗ് എയ്ഡ് ആണ് ക്രച്ചസ്. ക്ലിയർ ആയോ? ഇതെന്താണ്? നമ്മുടെ കാൽ മുതൽ നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗം വരെയുള്ള ഭാരം വഹിക്കുന്നുണ്ട് അല്ലെ? ശരിക്കും നമ്മ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഫുള്ള് ബലം വഹിക്കുന്നത് ആരാ? ഭാരം വഹിക്കുന്നത് ആരാ? നമ്മ നടക്കുമ്പോൾ ഓടുമ്പോൾ ഒക്കെ ലെഗാണല്ലേ? അപ്പൊ ആ ലെഗിന് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഭാരം വഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, ഒരു വാക്കിംഗ് എയ്ഡ് ആണ് ക്രച്ചസ്. ക്ലിയർ ആയോ? ഇത് ഉപയോഗിക്കുന്നത് എന്താണ്? ലെഗ്സിന് സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? ഷോർട്ട് ടേം ആയിട്ടുള്ള ഇഞ്ചുറീസ് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ഡിസബിലിറ്റീസ് ഉള്ളവരാണ്. ഇപ്പൊ പോളിയോ ബാധിച്ച ആളുകളൊക്കെ കണ്ടിട്ടുണ്ടോ? പോളിയോ ബാധിച്ചവര് ചിലർക്ക് എന്ത് ചെയ്യും? കാലിന് അല്ലെ അരക്ക് കീഴ്പോട്ട് ചലനശേഷി ഉണ്ടാവില്ല അല്ലെ? ചിലര് ഉള്ളിലല്ല പുറത്തുപയോഗിക്കുന്ന, മിസ് പറഞ്ഞുതരാം, പുറത്തുപയോഗിക്കുന്ന ചിലർക്ക് എന്താണ്? ഒരു കാല് നേർത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ?
നേർത്തിരിക്കുന്ന, പോളിയോ ബാധിച്ച് നേർത്ത് പോയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ, അപ്പൊ അവർക്ക് എന്താണ്, ആ കാലിന് ബലം കൊടുത്ത് നടക്കാൻ പറ്റുമോ? അപ്പൊ അവര് സപ്പോർട്ട് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കിംഗ് എയ്ഡ് ആണ് ക്രച്ചസ്. ക്ലിയറായോ? ഇത് കണ്ടോ, ഓക്സിലറി ക്രച്ചസ്. നമ്മ കക്ഷത്തിന്റെ ഇടയില് വെച്ചിട്ട് നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടോ ആളുകള്? കക്ഷത്തിന്റെ ഇടയില കണ്ടിട്ടില്ലേ? ഫസ്റ്റ് നോക്കിയേ, ഓക്സിലറി ക്രച്ചസ്. 3 തരത്തിലുള്ള ക്രച്ചസ് ആണുള്ളത്. ഓക്സിലറി ക്രച്ചസ്, എൽബോ ക്രച്ചസ് ആൻഡ് ഗട്ടർ ക്രച്ചസ്. ആ ഫിലിമിൽ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല, റിയൽ ലൈഫിൽ കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല? പബ്ലിക് പ്ലേസുകളിലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ? പബ്ലിക് പ്ലേസുകളിലൊക്കെ പോകുമ്പോ. ഓക്കെ, അതപ്പോ എന്താണ് നമ്മെ ആക്സിലറി ക്രച്ചസ് എന്ന് പറഞ്ഞാല് കക്ഷത്തിന്റെ അടിയിൽ വെക്കുന്നത് അല്ലേ? ഇവിടെ 2 കക്ഷത്തിന്റെ അടിയിൽ വെച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ കൈ പിടിക്കുന്നതിന് വേണ്ടി ഈ നടുക്ക് കണ്ടോ ഒരു ഇതുപോലെ കണ്ടോ? കണ്ടോ മിസ് പോയിന്റ് വെച്ചിരിക്കുന്നത് കണ്ടോ? അപ്പൊ മറ്റേത് കക്ഷത്തിന്റെ അടിയിൽ, 2 കക്ഷത്തിന്റെ അടിയിൽ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ആ കൈ, നമ്മുടെ ഈ കൈ എന്ത് ചെയ്യും, അതും ഇങ്ങനെ പിടിക്കും. അപ്പൊ നമുക്ക് നടക്കുന്നതിനനുസരിച്ച് അത് മുന്നോട്ട് വെച്ച് നമുക്ക് അതുമ്മ ബാലൻസ് ചെയ്ത് നടന്നു പോകാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് എൽബോ ക്രച്ച് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിന്റെ അവിടെ വെച്ചിട്ട്, ഈ മുട്ടിന്റെ കൈ ആ ഇതിന്റെ ഈ ഫ്രണ്ടിൽ ഇത് കണ്ടോ, ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി കൈയുടെ ഉള്ളിലേക്ക് കൂടി ഇട്ടിട്ട് ഈ ഒരു പിടിയുമ്പോ നമ്മുടെ കൈ പിടിക്കും. കണ്ടിട്ടുണ്ടോ? മുട്ടിന്റെ അവിടെ വെച്ചിട്ട് നടന്നു പോകുന്ന വാക്കിംഗ് എയ്ഡ് കണ്ടിട്ടുണ്ടോ? ഈ കാലിനൊക്കെ ഇഞ്ചുറീസ് പറ്റുമ്പോഴേക്കാ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ കൈമുട്ടിന്റെ അവിടെ വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് എൽബോ ക്രച്ചസ്. ഗട്ടർ ക്രച്ചസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കൈക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ വെക്കുന്നതിന് വേണ്ടിയിട്ടാ. കണ്ടിട്ടുണ്ടോ? നമ്മുടെ റിസ്റ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരാം, കൈത്തണ്ടയ്ക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരാം, അല്ലെങ്കിൽ നമ്മുടെ കൈ വീക്ക് ആണെങ്കിൽ നമ്മൾ 90 ഡിഗ്രിയിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ നമുക്ക് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഗട്ടർ ക്രച്ചസ്. ക്ലിയർ ആയോ? കൂടുതൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ അത് ഉപയോഗിക്കുന്നതും നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എന്തൊക്കെ ക്രച്ചസ് ആർ 3 ടൈപ്സ്. ഇതൊക്കെ എക്സാമിന് വരുന്നതാണ് കേട്ടോ. ടൈപ്സ് ഓഫ് ക്രച്ചസ്: ആക്സിലറി ക്രച്ചസ്, എൽബോ ക്രച്ചസ് ആൻഡ് ഗട്ടർ ക്രച്ചസ്. ആക്സിലറി എന്നുണ്ട് കേട്ടോ, ആക്സിലറി ആ പോയിന്റും കൂടി ഉണ്ട്. Okay. Next, electrocardiogram. Sorry, cardiac monitor. Cardiac monitor കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ, കാർഡിയാക് മോണിറ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് രേഖപ്പെടുത്തുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്? ECG അല്ലാതെ എന്താണ്, നമ്മുടെ പൾസ് റേറ്റ് ഉണ്ടാവും അല്ലെ, BP ഉണ്ടാവും. നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ തന്നെ അവര് ജസ്റ്റ് നോക്കുമല്ലോ, ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലൊക്കെ കയറുമ്പോ പൾസ് ഉണ്ടാവും അല്ലെ. നോക്കിയേ, ഓക്സിജൻ കൗണ്ട് ഉണ്ടാവും. The cardiac monitor is an equipment that exhibits the electrical and pressure waveforms of the cardiovascular system for measurement and treatment. എന്താണ് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ അല്ലെ, ഹാർട്ടിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സിബിറ്റ്, ഒരു അളവ് എക്സിബിറ്റ് ചെയ്യുന്ന അല്ലെ, പ്രദർശിപ്പിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ. പാരാമീറ്റേഴ്സ് പെർട്ടിക്കുലർ ടു റെസ്പിറേറ്ററി ഫങ്ഷൻ കാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ്. എന്താണ് ഇതില് നമ്മുടെ റെസ്പിറേറ്ററി ഫങ്ഷൻസ് അല്ലെ, നമ്മുടെ ശ്വസന അല്ലെ, അതുകൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലേ പൾസ് റേറ്റ് അല്ലെ, ഓക്സിജൻ അല്ലെ,
ഇതിന്റെയൊക്കെ അളവ് കാണിക്കാറുണ്ട് അല്ലെ? ഇതുണ്ടോ? It is most commonly used in emergency rooms and critical care areas. ഇത് കൂടുതലായിട്ട് എവിടെയാണ് ഉപയോഗിക്കുന്നത്? എമർജൻസി റൂമിലോ അതല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലാണ് നമ്മുടെ എന്ത് ഉപയോഗിക്കുന്നത്? കാർഡിയാക് മോണിറ്റർ ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് അതല്ലെങ്കിൽ എമർജൻസി റൂമിലെ അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങള് ഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യണം അല്ലെ? കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണ്ടേ? ഹാർട്ടിന്റെ ഫങ്ഷൻസ് അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അപ്പൊ അവർ ആ ബെഡിന്റെ ആ സ്ഥലത്ത് അല്ലെ ബെഡിന്റെ സൈഡിനോട് ചേർന്ന് കാർഡിയാക് മോണിറ്റർ ഉണ്ടാവുമല്ലോ. കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ബോഡിയുമായി കണക്ട് ചെയ്തിട്ട് അല്ലെ. അപ്പൊ എന്താണ്? എമർജൻസി റൂംസിലോ ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ടു ഒബ്സർവ് എന്തിന്? വെന്റിലേറ്ററിലൊക്കെ ഉണ്ടാവും. ടു ഒബ്സർവ് അതാണ് ക്രിട്ടിക്കൽ കെയർ ഏരിയാസ്. വെന്റിലേറ്റർ ഏതാണ്? ക്രിട്ടിക്കൽ കെയർ ഏരിയാസിൽ പെടുന്നതല്ലേ? ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ടു ഒബ്സർവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് അല്ലെ. എന്താണ്? ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ പേഷ്യൻസിന് അവരെ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് വിലയിരുത്തണം അല്ലെ. അവരെ മോണിറ്റർ ചെയ്യണ്ടേ? ഒബ്സർവ് ചെയ്യണ്ടേ? അപ്പൊ എവിടെയാണ്? പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിന് എന്താണ്? സർജറി കഴിഞ്ഞ പേഷ്യൻസിന്. കൂടാതെ പേഷ്യൻസ് വിത്ത് ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്. എന്താണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത്? ചില പേഷ്യൻസിന്റെ ശരീരത്തിലെ ധാതുക്കൾ കുറഞ്ഞു പോകുന്നത് കേട്ടിട്ടുണ്ടോ? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അല്ലേ? കേട്ടിട്ടുണ്ടോ? പൊട്ടാസ്യം കുറഞ്ഞു പോയില്ലേ? കാൽസ്യം കുറഞ്ഞു പോയില്ലേ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ മോണിറ്റർ ചെയ്ത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓർ അതർ അൺസ്റ്റേബിൾ പേഷ്യൻസ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ എന്താണ്? അവരെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ അവരെ പൾസ് റേറ്റ് അല്ലെ അവരുടെ റെസ്പിറേറ്ററി ഫങ്ഷൻസ് ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ. ഈ ഡയാലിസിസ് കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ അവരുടെ ധാതുക്കൾ കുറയാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ, കാൽസ്യമോ പൊട്ടാസ്യമോ. അപ്പൊ ഈ ഡയാലിസിസ് കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കാർഡിയാക് മോണിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? കാർഡിയാക് മോണിറ്റർ എന്ത് ചെയ്യാതൊന്നും പറയാത്തത്? ക്ലിയർ ആയില്ല? ഒന്നുകൂടെ പറയണം. കാർഡിയാക് മോണിറ്റർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൃദയത്തിന്റെ എന്താണ്? പ്രവർത്തനം ഫങ്ഷൻസ് എന്താണ്? സമ്മർദ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. ജസ്റ്റ് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടും നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം അതല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫങ്ഷൻസ് നമ്മുടെ പൾസിന്റെ റേറ്റ് അതൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഒബ്സർവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ. ഓക്കെ ആയോ? പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ എമർജൻസി റൂംസില് ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെയാണ് കാർഡിയാക് മോണിറ്റർ ഉപയോഗിക്കുന്നത്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? അവിടേക്ക് ഒരു പേഷ്യൻസിനെ കിടത്തി കഴിയുമ്പോൾ ആദ്യം തന്നെ അവര് കാർഡിയാക് മോണിറ്റർ ഇതൊക്കെ പേഷ്യൻസിന്റെ എന്താണ്? ഹാർട്ടിന്റെ പ്രവർത്തനം, അവരുടെ റെസ്പിറേഷൻ, അവരുടെ പൾസ് റേറ്റ്, അവരുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവൊക്കെ അപ്പൊ തന്നെ അവർ മോണിറ്റർ ചെയ്യും. അപ്പൊ നമ്മുടെ എന്താണ്? എമർജൻസി റൂമില് ക്രിട്ടിക്കൽ കെയർ ഏരിയാസിലൊക്കെയാണ് കാർഡിയാക് മോണിറ്റർ ഉപയോഗിക്കുന്നത്. ഇതെന്താണ്? ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസിന് കൂടാതെ ക്രിട്ടിക്കൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അതായത് പേഷ്യൻസിന്റെ ശരീരത്തില് ധാതുക്കൾ കുറഞ്ഞു പോകുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസിന് കൂടാതെ അതർ അൺസ്റ്റേബിൾ പേഷ്യൻസിന് നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് വരിക അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് വരിക. അപ്പൊ ആ പേഷ്യൻസിന്റെ ഒക്കെ എന്ത് വേണം? അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? കറക്റ്റ് രീതിയിൽ ഹാർട്ടിന്റെ പൾസ് ഹാർട്ടിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ടോ അല്ലെ?
BP കൂടുന്ന പേഷ്യൻസ്, ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് വേരിയേഷൻ സംഭവിക്കാലോ. ഈ സ്റ്റേജിലെ വേരിയേഷൻസ് ഒക്കെ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? BP കൂടുന്ന പേഷ്യൻസിനൊക്കെ പെട്ടെന്ന് അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ്, അതാണ് അതർ അൺസ്റ്റേബിൾ പേഷ്യൻസ്. നമുക്ക് പലതും പറയാം അല്ലെ. എന്താണ്, ഒരു ആക്സിഡന്റ് കഴിഞ്ഞ ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നാലും അവരുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങള് ഒക്കെ മോണിറ്റർ ചെയ്യണോ? ഓക്സിജന്റെ റേറ്റ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കാർഡിയാക് മോണിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ മിസ്, ഇത്രയും പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞ ആ എക്യുപ്മെന്റുകൾ ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് വായിക്കാട്ടോ. എന്നിട്ട് നെക്സ്റ്റ് എടുക്കാം മിസ്. ഒരെണ്ണം കൂടി ഉള്ളൂ, അപ്പൊ അതും കൂടി കഴിഞ്ഞു നിങ്ങളുടെ മെഡിക്കൽ എക്യുപ്മെന്റ്. പറഞ്ഞോ. അമ്പിളി പറഞ്ഞോ. ഓക്കെ, നോക്കാൻ നടക്കാം. ട്രാക്ഷൻ കേട്ടിട്ടുണ്ടോ? ട്രാക്ഷൻ കേട്ടിട്ടില്ല. ഈ വെയിറ്റ് ഇട്ട് കിടക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വെയിറ്റ് ഇട്ട് കിടക്കാം കേട്ടിട്ടുണ്ടോ? അതേപോലെയുള്ളൊരു ഇത് എന്താണ് നോക്കിയേ, അതെങ്ങനെയാണ്? ട്രാക്ഷൻ ഈസ് എ സെറ്റ് ഓഫ് മെക്കാനിസം. ട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു മെക്കാനിസം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നടുവേദനക്ക് അല്ലെ, നമ്മുടെ സ്പൈൻസിന്, ബോൺസിന് അല്ലെ, കാലുകളുടെ ബോൺസിന് എന്തെങ്കിലും ഇത് സംഭവിച്ചാലും പറയാറുണ്ടല്ലോ, വെയിറ്റിട്ട് ആ ഭാഗത്ത് അല്ലെ, കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ? ഇതേണ്ടോ ഈ പിക്ചറിൽ കണ്ടോ? കാലിങ്ങനെ പൊക്കി വെച്ചിട്ട്. അപ്പൊ എന്താണ് നമുക്ക് സ്ട്രെയിറ്റ് ആൻഡ് ബ്രോക്കൺ ബോൺസ് അല്ലെ, എന്താണ് ഒടിഞ്ഞ അസ്ഥികളെ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടും പ്രഷർ ഓൺ ദി സ്പൈൻസ് ആൻഡ് ബോൺസ്, നമ്മുടെ നട്ടെല്ലിനോ അതല്ലെങ്കിൽ ബോൺസിനൊക്കെ എന്താണ് സമ്പർക്കം കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഒരു
കൂട്ടം മെക്കാനിസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്, നമുക്ക് ബ്രോക്കൺ വന്ന ബോൺസ് അല്ലെ, എന്താണ്, ഒടിഞ്ഞ അസ്ഥികൾ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ബോൺസിന്റെ അതല്ലെങ്കിൽ സ്പൈൻസിന്റെ നട്ടെല്ലിന്റെ എന്താണ് സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു കൂട്ടം മെക്കാനിസത്തെയാണ് നമ്മൾ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് there are mainly two types of traction. അപ്പൊ രണ്ട് തരത്തിലുള്ള ട്രാക്ഷൻ ആണ് ഉള്ളത്. ഒന്ന് സ്കിൻ ട്രാക്ഷൻ, രണ്ടാമത്തേത് skeleton traction. They are utilized in orthopedic medicine. ഇത് ഓർത്തോപീഡിക് മെഡിസിൻ എന്നാണ് അല്ലെ, എല്ല് രോഗവുമായി ബന്ധപ്പെട്ട മെക്കാനിസം അല്ല ഇതാ. എല്ലുകൾക്ക് അല്ലെങ്കിൽ ബോൺസിന് അല്ലെങ്കിൽ സ്പൈൻസിന് എന്തെങ്കിലും തകരാറുകൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഈ ഇത് ചെയ്യുന്നത്. ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒടിഞ്ഞ അസ്ഥികൾ നേരെയാക്കുന്നതിനോ നട്ടെല്ലിനും ബോൺസിനെയും സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസത്തെയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ പിക്ചർ കണ്ടോ, പിക്ചർ കണ്ടോ? ഈ ഒരുപാട് തണ്ടലിന് തേയ്മാനം സംഭവിക്കുക അല്ലെ, അല്ലെങ്കിൽ തണ്ടൽ വീഴാന്നൊക്കെ പറയില്ലേ, നമുക്ക് വീഴ്ച ഫോൾസ് സംഭവിക്കുമല്ലോ, വീഴ്ചകള് തെന്നി വീഴാ. അപ്പൊ തണ്ടലിനൊക്കെ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളോട് പറയില്ലേ ബെൽറ്റ് ഇട്ട് കിടക്ക, അല്ലെങ്കിൽ എന്താണ് വെയിറ്റ് ഇട്ട് കിടക്കാമെന്ന് പറയില്ലേ, കേട്ടിട്ടുണ്ടോ അങ്ങനെ മലയാളത്തില്? വെയിറ്റ് ഇട്ട് കിടക്കാം അല്ലെ. ആ ഒരു മെക്കാനിസത്തെയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നട്ടെല്ലിന് അല്ലെങ്കിൽ അസ്ഥികളുടെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ എന്താണ് ഒടിഞ്ഞ അസ്ഥികൾ നേരെയാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസത്തെയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, ആർക്കാണ്? മണൽ കിഴികെട്ടിയിട്ട് അല്ലെ, നമ്മുടെ എന്താണ് ആയുർവേദ ഉപ്പാക്ക് എന്തായിട്ടായിരുന്നോ, തണ്ടൽവേദനയായിട്ടായിരുന്നോ, സ്പൈൻസിന് തകരാറ് വന്നിട്ട് ഞാനുമാണോ അല്ലേ? ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള ട്രാക്ഷൻ ആണുള്ളത്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. സ്കിൻ ട്രാക്ഷനും സ്കെലിറ്റൻ ട്രാക്ഷനും. പിന്നെ എന്താണ് ഇത് ഉപയോഗിക്കുന്നത് ഓർത്തോപീഡിക് മെഡിസിനിലാണ് അല്ലെ. ഓർത്തോപീഡിക് സെക്ഷനിലല്ലേ ഈ ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്, എല്ലുകള് അല്ലെ, സ്പൈൻസിന് ഒക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സെക്ഷൻ ഏതാ? ഓർത്തോപീഡിക് അല്ലേ, ഓർത്തോ അല്ലേ, എല്ല് രോഗ വിഭാഗത്തിലല്ലേ. അപ്പൊ എല്ല് രോഗ മെഡിസിനിലാണ് നമ്മൾ ട്രാക്ഷൻ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? സ്കിൻ ട്രാക്ഷനും സ്കെൽറ്റൻ ട്രാക്ഷനും ജസ്റ്റ് ഒന്ന് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? എക്യുപ്മെന്റ് ഒക്കെ ആയോ? ഒന്നുകൂടെ പറയണം. ട്രാക്ഷൻ ആണോ? ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഒടിഞ്ഞ അസ്ഥികള്, ഇപ്പൊ കൈയിന്റെ ഇവിടെ ഒടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ വലിച്ചിട്ടിട്ട് തൂക്കിയിടാറുണ്ടോ? കഴുത്തില് തൂക്കിയിടും അല്ലേ? അതല്ലെങ്കിൽ കാലിനാണെങ്കിൽ കാല് കേട്ടിട്ട് മുകളിലേക്ക് കെട്ടി വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ആ പിക്ചറിൽ കണ്ടോ? ഇങ്ങനെ തൂക്കിയിടുന്നത് ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് അങ്ങോട്ട് തൂക്കിയിടല്ലേ. അപ്പൊ അതെന്താണ്, ആ ഒടിഞ്ഞ അസ്ഥികൾ നേരെയാക്കുന്നത്. പണ്ടൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിവാസികളിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മ പ്ലാസ്റ്റർ ഇടുന്നതിന് പകരം അവരെന്താ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ആ മെത്തേഡൊക്കെ കണ്ടിട്ടുണ്ടോ? അവരെന്ത് ചെയ്യും, കമ്പുകൾ വെച്ച് കാണിട്ട് അല്ലെ, ആ ഒരൊടിഞ്ഞ ഭാഗത്ത് ഫിലിമിൽ കണ്ടിട്ടുണ്ട്, കമ്പുകൾ വെച്ച് കെട്ടിയിട്ടല്ലേ അവർ ചെയ്യുന്നത്. ഇവിടെയാണ് അല്ലെ നമ്മുടെ മോഡേണൈസ്ഡ് ഹോസ്പിറ്റലിലാണല്ലേ പ്ലാസ്റ്റർ ഇടുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ ഒടിഞ്ഞ അസ്ഥികൾ നേരെയാക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ നട്ടെല്ലിനോ അല്ലെങ്കിൽ ബോൺസിന്റെ എന്താണ് സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസത്തിനെയാണ് ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിലുള്ള ട്രാക്ഷൻ ഉണ്ട്, സ്കിൻ ട്രാക്ഷൻ ആൻഡ് സ്കെലിറ്റൻ ട്രാക്ഷൻ അല്ലേ.
സ്കിന്നിൽ എന്തെങ്കിലും ഇതാക്കുന്നത്. പിന്നെ സ്കെലട്ടൺ, പിന്നെ ചിലർക്ക് ഒടിവുകൾ സംഭവിച്ചു കഴിഞ്ഞാല് ഇതിടുന്നത് കമ്പിട്ടിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? കാലിന്റെ എല്ലിന് എന്തെങ്കിലും ഒടിവ് സംഭവിക്കാം, കയ്യിന്റെ എല്ലിന് ഒടിവുകൾ സംഭവിച്ചു കഴിഞ്ഞാലോ അത് എന്നിട്ട് എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ ടൈം വരെ നമ്മുടെ ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കും അല്ലെ? അത് കഴിയുമ്പോൾ അവര് റിമൂവ് ചെയ്ത് കളയാലോ, നീക്കം ചെയ്യില്ലേ ആ കമ്പികള്. അപ്പൊ അതെന്താണ് നമ്മുടെ ഉള്ളിലേക്ക് ചെയ്യുന്നതാണ് അല്ലെ? ആ സ്കെലിറ്റൻ ട്രാക്ഷൻ ഒക്കെ ഉള്ളിലേക്ക് ചെയ്തിട്ടല്ലേ അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ളതുണ്ട്, സ്കിൻ ട്രാക്ഷൻ ഉണ്ട്, സ്കെലിറ്റൻ ട്രാക്ഷൻ ഉണ്ട്. നമ്മുടെ പ്ലാസ്റ്റർ ഇടുന്നത് എവിടെയാണ്? ഉള്ളിലേക്ക് ഇടോ? പ്ലാസ്റ്റർ ഉള്ളിലേക്ക് ഇടോ? ഇല്ല അല്ലെ? നമ്മുടെ പുറത്തില്ലേ, സ്കിന്നിലല്ലേ. അപ്പൊ രണ്ട് തരത്തിലുള്ള ട്രാക്ഷൻ ആണുള്ളത്, സ്കിൻ ട്രാക്ഷൻ ആൻഡ് സ്കെലിറ്റൻ ട്രാക്ഷൻ. ഓക്കെ അല്ലേ? ജസ്റ്റ് പഠിക്കാനുള്ളൂ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൂ കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ഇത് ഓർത്തോപീഡിക് സെക്ഷനിലാണ് അല്ലെ? എല്ലുരോഗ വിഭാഗവുമായി ബന്ധപ്പെട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്, ഈ ഒരു ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. ഏതാണ്? ട്രക്കിയോസ്റ്റമി ആണോ പറഞ്ഞത്? ട്രക്കിയോസ്റ്റമി ആണോ? ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞാല് ഈ സ്ട്രോക്ക് ഒക്കെ വരുന്ന പേഷ്യൻസ് കണ്ടിട്ടുണ്ടോ? സ്ട്രോക്ക് ഒക്കെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ എയർവേക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉള്ളവർക്ക്, അപ്പൊ അവർക്ക് എന്താണ് ബ്രീത്ത് ചെയ്യാൻ പറ്റുമോ? ബ്രീത്തിങ്ങിനൊക്കെ ഓക്കെ ആയിരിക്കും അവര്? ഇല്ല. അപ്പൊ അവര് ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയർ, സർജിക്കൽ പ്രൊസീജിയർ. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ കഴുത്തിന്റെ മുകൾ ഭാഗത്ത് ഈ ഒരു സെക്ഷനിലാക്കിയിട്ട് ഒരു മുറിവുണ്ടാക്കിയിട്ട് അതിലേക്കൂടെ ട്യൂബ് അവരുടെ ട്രക്കിയ ശ്വാസനാളത്തിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അവരെന്തിന് സഹായിക്കുന്നു? ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറിനെയാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ഓക്കെയോ നൂറ? 4 എന്താണ്? 44 ആണോ? 44 അല്ലല്ലോ. എന്താണ്? ആദ്യത്തെ ആണോ? ഫസ്റ്റത്തെ ആണോ? ഓക്കെ, 43 വരെ ഉള്ളൂ അല്ലെ നമുക്ക്. ഈ ട്രക്കിയോസ്റ്റമി പ്രൊസീജിയറില്ലേ, ഈ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കാം കേട്ടാ. ഇങ്ങനെ കീറുന്നതും ഓരോ ലെയേഴ്സ് ഉണ്ട്. ഒരു ലെയർ കീറും, അതൊന്ന് അവര് ഓപ്പൺ ചെയ്യും, പിന്നെ ഒരു ലെയർ ഉണ്ട്. അപ്പൊ അതൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ലാറിംഗോസ്കോപ്പ് അല്ലെ? ലാറിംഗോസ്കോപ്പി ഈസ് ടു ഒബ്സർവ് ലാറിങ്സ്. ലാറിംഗോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ ലാറിങ്സിനെ ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. എ പാർട്ട് ഓഫ് ത്രോട്ട്. ഇതെന്താണ്? നമ്മുടെ ത്രോട്ടിന്റെ ഒരു പാർട്ടാണ് അല്ലേ? Laryngoscopy is a medical approach that is used to get a view of the larynx. എന്താണ്? സോറി, നമ്മുടെ ലാറിങ്സിനെ വ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ അപ്രോച്ച്. ഈ എക്യുപ്മെന്റ് കണ്ടോ? ലാറിംഗോസ്കോപ്പ് ഉണ്ടോ? ലാറിങ്സ് എന്ന് പറഞ്ഞാൽ ശ്വാസനാളം. ആ ഒരു ഇത് കണ്ടോ? ലാറിംഗോസ്കോപ്പ് ഉണ്ടോ? പിക്ചറിൽ കണ്ടോ? ഇതില്ല. ഈ താഴെ കാണിച്ചിരിക്കുന്ന ആ ഒരു ഇത് കണ്ടോ? താഴെ ഇങ്ങനെ നീണ്ട നമ്മുടെ ഈ ഹാമറിനൊക്കെ പോലെ ഇങ്ങനെ ചുറ്റിക്കട പോലെ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഭാഗം കണ്ടോ? അത് നമ്മുടെ ഈ വായയിൽ കൂടി, ഈ തൊണ്ടയുടെ ഉള്ളിൽ കൂടി അതിങ്ങടെ ഇറക്കും, താഴേക്ക് ഇറക്കും. ഈ കഴുത്ത് ഇവിടെ ഇങ്ങോട്ട് ഇറക്കും, തൊണ്ടയിലേക്ക് ഇറക്കും. ഇറക്കി കഴിയുമ്പോ ഇതിന്റെ ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ് ഉണ്ടോ? ആ ഒരു പോയിന്റ് ചെന്ന് നിൽക്കുന്നത് നമ്മുടെ ലാറിങ്സിന്റെ അവിടെ ആയിരിക്കും. ആ ലാറിങ്സിന്റെ അവിടെ ചെന്ന് കഴിയുമ്പോഴേ ഇതില് ഒരു ക്യാമറ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ക്യാമറയിൽ കൂടി ഡോക്ടേഴ്സിന് നമ്മുടെ ലാറിങ്സിന് അതിന്റെ ആ പ്രവർത്തനങ്ങള്, അതിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്, അത് കറക്റ്റ് രീതിയിലാണോ എന്നുള്ള കാര്യങ്ങൾ അവർക്ക് ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ?
തൊണ്ടയുടെ ഭാഗമായ ശ്വാസനാളത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ലാറിംഗോസ്കോപ്പ്. ഇതെന്താണ്? ശ്വാസനാളത്തിന്റെ ഇത് ഉപയോഗിച്ച് നമുക്ക് ശ്വാസനാളത്തിന്റെ കാഴ്ച ലഭിക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? ആരാ ചോദിച്ചേ? ക്ലിയർ ആയോ? ഇത് ഈ ലാറിംഗോസ്കോപ്പ് നമ്മുടെ വായിൽ കൂടി ഇറക്കുന്നതും അതിന്റെ ആ വ്യൂ ലഭിക്കുക, ലാറിങ്സിന്റെ വ്യൂ ലഭിക്കുന്നതൊക്കെ യൂട്യൂബിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മിസ് പറയുന്നതിലും എക്സ്പ്ലനേഷൻ തരുന്നതിലും നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിരിക്കും വീഡിയോസ് കാണുമ്പോ കേട്ടോ. ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ A Holter monitor is a portable device. Holter monitor എന്ന് പറഞ്ഞാൽ നമുക്ക് പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന, മാറ്റാനായിട്ട് എടുത്ത് മാറ്റാനൊക്കെ സാധിക്കുന്ന ഒരു ഡിവൈസ് ആണ്. which operates with the help of a battery. ഇതെന്താണ്? ഒരു ബാറ്ററിയുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മൾ റിമോട്ടൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ടിവിയുടെ റിമോട്ടൊക്കെ ബാറ്ററിയിലാണ് അല്ലേ? ഡിഫിബ്രിലേറ്റർ പറഞ്ഞുതരാം. ബാറ്ററിയിലല്ലേ? അതേപോലെ എന്താണ് തെർമോമീറ്റർ? എങ്ങനെയാണ് തെർമോമീറ്റർ? ഒരു ചെറിയ വാച്ചിന്റെ ഒക്കെ ബാറ്ററി പോലത്തെ ബാറ്ററിയിലല്ലേ പ്രവർത്തിക്കുന്നത് അല്ലെ? തെർമോമീറ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? അതേപോലെ എന്താണ് ഈ ഹോട്ടർ മോണിറ്റർ ബാറ്ററിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന, അതായത് നമ്മ ഇലക്ട്രോണിക്കലി അല്ലാണ്ട് നമ്മ കറണ്ടിൽ കുത്തി ഉപയോഗിക്കില്ലേ? ECG മെഷീൻ ഒക്കെ എങ്ങനെയാണ്? ECG മെഷീൻ അതൊക്കെ എങ്ങനെയാണ്? കറണ്ടിൽ കുത്തണം അല്ലേ? കുത്തണോ? ഇലക്ട്രോണിക്കലി അല്ലേ? ആണോ? എന്താണൊന്നും പറയാത്തെ? അപ്പൊ എന്താ ഇത്? ബാറ്ററിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇറ്റ് മെഷേഴ്സ് ആൻഡ് റെക്കോർഡ്സ് യുവർ ഹാർട്ട് ഫങ്ഷൻസ്. ഈ ഹോട്ടർ മോണിറ്റർ എങ്ങനെയാണ് നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസിനെ റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. ECG മെഷീൻ നമുക്ക് ഒരുപാട് നേരത്തേക്ക് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ മെഷർ ചെയ്യാൻ പറ്റുമോ? ECG മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു പർട്ടിക്കുലർ മിനിറ്റ് ഉണ്ട് അല്ലെ? ഒരു 3-4 സെക്കൻഡ് മിനിറ്റ് നമ്മുടെ ശരീരത്തിൽ ആ ഇലക്ട്രോഡ്സുകൾ ഘടിപ്പിച്ചിട്ട് ECG എടുക്കുന്നത് ആണോ? പക്ഷേ ഹോൾട്ടർ മോണിറ്റർ ഉപയോഗിച്ചിട്ട് എന്താണ് കണ്ടോ? ഈ ഹോൾട്ടർ മോണിറ്ററിന്റെ ഇതിലെ കൂടി എന്താണ് ഒരുപാട് ഇലക്ട്രോഡ്സുകൾ ഉണ്ട്. നമ്മുടെ ECG മെഷീനിലുള്ള ടൈപ്പ് ഒരുപാട് ഇലക്ട്രോഡ്സുകൾ ഉണ്ട്. അത് നമ്മുടെ ചെസ്റ്റിന് ചുറ്റും നമ്മുടെ സ്കിന്നിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇതുവഴി നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് എത്ര 24 മണിക്കൂറോ 48 മണിക്കൂറോ ഇപ്പോഴത്തെ മോഡേണൈസ്ഡ് രീതിയിൽ 7 ദിവസം വരെ, ഒരാഴ്ച വരെ ഒരു പേഷ്യൻസിന്റെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് തുടർച്ചയായി ഹോൾട്ടർ മോണിറ്ററിൽ റെക്കോർഡ് ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ പേഷ്യൻസ് അതല്ലെങ്കിൽ ഒരു അറ്റാക്ക് കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ എന്താണ് അവരെ ഹാർട്ടിന്റെ ഫങ്ഷൻസ് തുടർച്ചയായി രേഖപ്പെടുത്തണം അല്ലെ? അതിലെന്തെങ്കിലും വേരിയേഷൻസ്, ECGയിൽ എന്തെങ്കിലും വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ടോ അല്ലെ? ആണോ? എന്താണെന്ന് പറയത്തില്ലേ? ബ്ലോക്ക് ഉള്ള അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ എന്താണ് ഹാർട്ടിന്റെ ഫങ്ഷൻസ് പ്രവർത്തനങ്ങള് തുടർച്ചയായി 1 ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ 7 ദിവസം വരെ റെക്കോർഡ് ചെയ്ത് മോണിറ്റർ ചെയ്യാനായിട്ട് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഹോൾട്ടർ മോണിറ്റർ. ഓക്കെ ആയോ? അത് നെക്സ്റ്റ് പറയുന്നത് ദ ഇൻസ്ട്രുമെന്റ് ഹാസ് ദി സൈസ്. ഇൻസ്ട്രുമെന്റിന്റെ സൈസ് ഒരു ചെറിയ ക്യാമറയുടെ അത്രയുള്ളൂ. ഇറ്റ് ഹാസ് വയേഴ്സ് വിത്ത് സിൽവർ ഡോളർ വിത്ത് ഇലക്ട്രോഡ്സ് ദാറ്റ് ഫിക്സ് യുവർ സ്കിൻ. എന്താണ് അതിലുള്ള ഇലക്ട്രോഡ്സുകൾ നമ്മുടെ സ്കിന്നിൽ ഫിക്സ് ചെയ്യുന്നു. നമ്മുടെ ECG എടുക്കുമ്പോൾ ആ ഇലക്ട്രോഡ്സുകൾ നമ്മുടെ ചെസ്റ്റിൽ ഫിക്സ് ചെയ്യുന്നത് പോലെ ഇതിലുള്ള ഇലക്ട്രോഡ്സുകൾ നമ്മുടെ ശരീരത്തിൽ ഫിക്സ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് കഴുത്തിലിട്ടേക്കുന്നതാണ് അല്ലെ? നമുക്ക് നമ്മുടെ ഇടുപ്പിന്റെ അവിടെ വെക്കാൻ പറ്റുന്ന ഇലക്ട്രോഡ്സുകളും ഇടുപ്പിന്റെ അവിടെയും നമുക്ക്
ഹോട്ടർ മോണിറ്റർ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റിലേക്ക് ഇലക്ട്രോഡ്സുകൾ ഘടിപ്പിക്കും. ക്ലിയർ ആയോ? മിനി റോട്ടറി ഷേക്സ് എന്ന് പറഞ്ഞാല് ലാബുകളിലൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് ഈ ബ്ലഡിന്റെ ഓരോ ഇത് മെഷർ ചെയ്യാനൊക്കെ വരാലോ, ഹിമോഗ്ലോബിന്. അപ്പൊ അതില് ആസിഡുകളൊക്കെ ചേർത്തിട്ടല്ലേ ഓരോ ടെസ്റ്റുകളും നടത്തുന്നത് അല്ലേ? മിക്സ് ചെയ്തിട്ടല്ലേ ഓരോ കെമിക്കൽസ് മിക്സ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്? ആ ഡെഫിബ്രിലേറ്ററും പറയാം. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ലിക്വിഡ്സുകളിലൊക്കെ മിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് മിനി റോട്ടറി ഷേക്ക്. ഓക്കെ ആയോ? നമ്മുടെ ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളില് അല്ലെങ്കിൽ ഗ്ലാസ് വെസൽസിന്റെ ഉള്ളില് മിശ്രിതങ്ങള് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് മിനി റോട്ടറി ഷേക്ക്. ഡിഫിബ്രിലേറ്റർ പറയണം അല്ലെ? ഡിഫിബ്രിലേറ്റർ പറയാം. Defibrillators എന്ന് പറയുന്നത് defibrillator are equipment that bring back a normal heart beat by sending an electric pulse shock to the heart. നമ്മുടെ ഹാർട്ടിന് ഒരു ഇലക്ട്രിക് പൾസ്, ഒരു ഷോക്ക് കൊടുത്തിട്ട് നമ്മുടെ നോർമൽ ഹാർട്ടിന്റെ ബീറ്റ് കൊണ്ടുവരുന്നതാണ്, തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഇതെന്താണ്? വേരിയസ് ടൈപ്പ് ഓഫ് ഡിഫിബ്രിലേറ്റേഴ്സ് വർക്ക് ഇൻ ഡിഫറെന്റ് വേസ്. പലതരത്തിലുള്ള ഡിഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റേഴ്സ് AFDS which are commonly seen in many public spaces. എന്താണ്? AFD ആണ് മോസ്റ്റ് കോമൺ പബ്ലിക് പ്ലേസുകൾ. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ചെല്ലാം ഒരുപാട് ആളുകളുള്ള റെയിൽവേ സ്റ്റേഷനിൽ. അപ്പൊ എന്താണ്? അവിടേക്ക് ഒരുപാട് ആളുകൾ വരുന്നതാണ് അല്ലെ? ചില പേഷ്യൻസ് എന്താണ് പെട്ടെന്ന് ഹാർട്ടിന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കാം അല്ലെ? CPR ഒക്കെ കൊടുക്കേണ്ടി വരില്ലേ? CPR അപ്പൊ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിഫിബ്രിലേറ്റേഴ്സ്. are used to save the lives of people who experience cardiac arrest. Cardiac arrest വരുന്ന ഹൃദയസ്തംഭനം അനുഭവിക്കുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡിഫിബ്രിലേറ്റർ. ഈ താഴെ തന്നിരിക്കുന്ന ഇത് കണ്ടോ? ആ പിക്ചർ കണ്ടോ? ഡിഫിബ്രിലേറ്ററിന്റെ കണ്ടോ? ഇതില് രണ്ട് ഇത് കണ്ടോ? രണ്ട് ഇത് കണ്ടോ? അതെന്ത് ചെയ്യും? അതിലൊരു ജെല്ല്, ആ ജെല്ല് പോലത്തെ ഇത് വെച്ചിട്ട് നമ്മുടെ ഈ ചെസ്റ്റില്ലേ ഇവിടെ വെച്ച് കാണിട്ട് നമുക്കൊരു ഈ ഹാർട്ടിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഷോക്ക് അയക്കും. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കും. കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ പേഷ്യൻസ് ഒന്ന് ഇതാവുന്നത് കണ്ടിട്ടുണ്ടോ? മൂവിയില് കാണിച്ചിട്ടുണ്ട്, സിനിമയില് കണ്ടിട്ടുണ്ടോ അത്? അപ്പൊ ആ ഒരു ആളുടെ ആ ഒരു പേഷ്യന്റിന്റെ ഇതില് ഒരിത്തിരി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എന്താണ്? അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഡിഫിബ്രിലേറ്റർ കൊണ്ട് സഹായിക്കുന്നു. ഈ ഒരു ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? ഡിഫിബ്രിലേറ്റേഴ്സ് രാജാറാണി ഫിലിമിലുണ്ട്. ഈ ഒരു ഇത് നമ്മുടെ ചെസ്റ്റിന്റെ അനസ്ട്രിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ചെസ്റ്റിന്റെ അവിടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങോട്ട് വലിക്കുമ്പോ ആ ഒരാളുടെ ശരീരത്തിൽ ഒത്തിരി ഇതന്നെ അവരെ ഹാർട്ടിലേക്ക് നമ്മ ഷോക്ക് കൊടുക്കൂലേ? അപ്പൊ അവര് ആ നോർമൽ ഹാർട്ട് ബീറ്റ് തിരിച്ചു കൊണ്ടുവരാനായി ഈ ഒരു ഷോക്ക് കൊടുക്കുന്നതിലൂടെ സാധിക്കുന്നു. ക്ലിയർ ആയോ? ഹൃദയത്തിലേക്ക് എന്താണ് പൾസ് ഷോക്ക് കൊടുത്തിട്ട് അവരുടെ നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഡിഫിബ്രിലേറ്റർ. ക്ലിയർ ആയില്ല? എപ്പോഴാണ് തിരിച്ചു എടുക്കുന്നത്? ചിലപ്പോ അതേപോലെ അതിൽ നമ്മുടെ ECG രേഖപ്പെടുത്തില്ലേ ഹാർട്ടിന്റെ ഫങ്ഷൻസ്?
ആ ചെസ്റ്റിൽ വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഇത്ര സെക്കൻഡ് ഇത്ര മിനിറ്റ് എന്നുണ്ട്, അത് വെച്ചിട്ട് ആ ഒരു ഷോക്ക് കൊടുത്തിട്ട് അത് അവരപ്പൊ തന്നെ എടുക്കും. അപ്പൊ തന്നെ ഈ ഒരു പേഷ്യൻസിന്റെ ഒരു ജർക്കിംഗ് പോലെ അവരിങ്ങനെ മൂവ് ആവുന്നത് കാണിക്കും, മുകളിലേക്ക് ഇങ്ങനെ പൊന്തി. അപ്പൊ അവർക്കൊരു ഇത്തിരി ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കുന്നത് അപ്പൊ തന്നെ ആ മോണിറ്ററിൽ കാണിക്കും. മോണിറ്റർ കണ്ടോ ബ്ലാക്ക് കളറില് അവരുടെ ഹാർട്ടിന്റെ ആ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ ഒരു ഫങ്ഷൻസ്. ഓക്കെ ആണോ മിസ്? ലെറ്റർ ജസ്റ്റ് ഒരു അടുത്ത ക്ലാസ്സും കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ സമയമായി, മിസ് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ മിസ് നിർത്താണ് കേട്ടോ, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.